വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മീഷോ ഹോളാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുർത്ത സെറ്റ് വിത്ത് ദുപ്പട്ടയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ഡ്രസ്സും തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ളതാണ്. ഒരു 650 റുപ്പീസിന് താഴെ വരുന്നതാണ്. ഇത് നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഇനിയിപ്പോൾ നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഈസിലി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കുർത്ത സെറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഞാനൊരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഓരോരോ കുർത്ത സെറ്റ്സ് ആയിട്ട് കണ്ടാലോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് കളക്ഷനിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആവാൻ ഒരു റീസൺ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ കുർത്ത സെറ്റ്. ഇതാണ് അതിന്റെ കുർത്ത. ഇതിന്റെ കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഈ വൈറ്റിൽ ഈ ഒരു കളേഴ്സ് വരുന്നുണ്ടല്ലോ, ഈ ഒരു പേർപ്പിളും ഡാർക്ക് ബ്ലൂ എക്വാ ബ്ലൂ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. 3/4 ആണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേറൊരു പ്രിന്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ സെയിം പ്രിന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ചുരുങ്ങുന്ന പ്രശ്നമില്ല. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം 38 ആണ്. ഇത് എനിക്ക് കുറച്ച് ടൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ ചുരുങ്ങാത്ത ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈസ് വലുതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു സൈസുള്ള ആളാണ്, ഇപ്പം ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ലാർജ് ആയിരിക്കും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇതെനിക്ക് കുറച്ച് ടൈറ്റ് ആണ്, പക്ഷെ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. വൃത്തിക്ക് നിൽക്കാത്തത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ എൻ്റെ സൈസുള്ള ആളാണെങ്കിൽ ലാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓവറോൾ ഇതിന്റെ പ്രിന്റും ലുക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്തായിട്ട് നമ്മളുടെ സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ള പോലെ വേറെ ഒരു കളർ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിമേലും ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ വേറെ ഒരു പ്രിന്റ് ആണ്, വേറെ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ കളർ കോമ്പിനേഷനും മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെനിക്ക് ടൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത്. ഒരു പാരലൽ പാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം. ഷോള് ദുപ്പട്ടയിലും സെയിം പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ പാന്റിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നല്ല നീളവും വീതിയും ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് തലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ മേ ബി നമ്മളിത് അലക്കി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്രൈസ് 600 സംതിങ് ആയിരുന്നു. അതിന് എന്തായാലും വേർത്താണ്. കറക്റ്റ് പ്രൈസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മളുടെ നെക്സ്റ്റ് കുർത്ത സെറ്റ് ഒരു മെറൂൺ കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ കുർത്ത സെറ്റ്. ഇതിലെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് കളർ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിന്റെ ഈ ഭാഗത്തായിട്ടൊക്കെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗോട്ടാപ്പട്ടി വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അതേപോലെ തന്നെ നമ്മളുടെ ഈ സ്ലീവ്സിലുള്ള അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു 2 ഷോൾഡേഴ്സിലും വർക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി മൊത്തം ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ പ്ലെയിൻ ആണ്. ഇത് അഗെയിൻ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ചെറുതായിട്ടൊക്കെ ഇവിടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോരുന്ന പോലെ ഉണ്ട്. പക്ഷെ ഈ കഴുത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനത്തെ പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് മേ ബി നമ്മൾ കട്ട് ചെയ്താൽ മതി. ആ എംബ്രോയിഡറിന്റെ ത്രെഡ് കുറച്ച് ബാക്കി വന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തായാലും ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയലിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. പിന്നെ ഇത് ചുരുങ്ങുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ലൂസ് ഫിറ്റിൽ ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് ലാർജിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓവറോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കൂടെ നമുക്കൊരു പാരലൽ പാന്റ് ആണ് വന്നിട്ടുള്ളത്. പ്ലെയിൻ കളറാണ്. ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. പിന്നെ ഇതിന്റെ ഈ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഗോട്ടാപ്പട്ടി വർക്ക്. ഷോളിനെ കുറിച്ച്, ദുപ്പട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ദുപ്പട്ടമിൽ എന്തോ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ. പെയിന്റോ എന്തോ ആയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും എനിക്കിത് മാറ്റിക്കേണ്ടി വരും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഒട്ടും കട്ടിയില്ല, നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മളുടെ തലയിൽ നല്ലതുപോലെ തന്നെ നമുക്ക് നിൽക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. സോ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തലയിൽ നല്ലപോലെ നിൽക്കുന്ന ദുപ്പട്ടൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ്. സോ ഈ ഒരു കുർത്ത സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഇതിന്റെ കറക്റ്റ് പ്രൈസ് ഞാൻ ഇവിടെ സൈഡിലും കൊടുക്കാം.
ഇനി അടുത്ത കുർത്ത സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് പിങ്ക് അങ്ങനെ കുറെ കളേഴ്സ് വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. എല്ലാ കളേഴ്സും ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു റെയിൻബോ കുർത്ത സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 600 സംതിങ്ങിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കഴുത്തതാ ഇങ്ങനെ ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ സീക്വൻസ് ഉണ്ട് കേട്ടോ. മീൻസ് ഇങ്ങനെ എന്താ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ലൈൻസ് കൊടുത്തിട്ട് സീക്വൻസ് ഈ ടോപ്പിൽ മൊത്തത്തിൽ അങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതാ സ്ലീവ്സിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വർക്ക് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഈ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ താഴെ ഇങ്ങനെയാണ് കേട്ടോ കളേഴ്സ് വന്നിട്ടുള്ളത്. നല്ലൊരു വൈബ്രന്റ് ലുക്ക് തരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എഗെയിൻ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈറ്റ് ആണിത്. ഇനി ഇതിന്റെ പാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണ്. വൈറ്റിന്റെ കൂടെ ഇങ്ങനത്തെ പിങ്ക് ഒക്കെ നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ. സോ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പാരലൽ പാന്റാണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ്. ഇതെനിക്ക് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. നമ്മളുടെ ടോപ്പിലുള്ള അങ്ങനത്തെ ഒക്കെ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. അപ്പൊ എന്തായാലും വേർത്താണ്. 600 സംതിങ്ങിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണിത്. ഇതിന്റെ കറക്റ്റ് പ്രൈസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് കുർത്ത സെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. എനിക്ക് ടൈറ്റ് ആണ് കേട്ടോ. ഇത് റയോൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഇത് ചുരുങ്ങാനും കൂടി ചാൻസ് ഉള്ളത് കൊണ്ട് എന്തായാലും ഒരു സൈസോ 2 സൈസോ വലുതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ പ്രിന്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലാന്റിങ് ലൈൻസ് ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇതാണ് ഇതിന്റെ പാന്റ്. പ്ലെയിൻ കളർ ആയിട്ടുള്ള ഒരു പാരലൽ പാന്റ് ആണ് വന്നിട്ടുള്ളത്. പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാരലൽ പാന്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ടോപ്പിന്റെ കളർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റർ കളർ നേവി ബ്ലൂയിലാണ് നമ്മളുടെ പാന്റ് വന്നിട്ടുള്ളത്. ഇതിലും സൈസ് മീഡിയം ആണ്. ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദുപ്പട്ടന്റെ 2 സൈഡിലും നല്ല നീളമുള്ള ദുപ്പട്ടയാണ്. 2 സൈഡിലും ഇതുപോലെ സ്ലാന്റിങ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈഡിൽ ഗോട്ടാപ്പട്ടി വർക്കും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.